ഇതാരാ പറഞ്ഞാള്? ഇത്രയും നേരം ഓണായിട്ടുണ്ടായില്ലേ? ഇല്ല, അത് ഫസ്റ്റ് മിസ് വരുന്നതിന് മുന്നേ കുറച്ചു നേരം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓഫായി. മിസ് വരുന്നതിന് മുന്നേ തന്നെ ഓഫായി. ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം തുടങ്ങാം. ഫസ്റ്റ് ആരാ പ്രയർ? ഒന്നും കൂടി ആ പ്രയർ ചൊല്ലിയാളത് പ്രയർ ചൊല്ലിയേ. ഓക്കെ, നമ്മള് അത് റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു കണ്ടിന്യൂഷൻ വേണ്ടേ, അതുകൊണ്ടാണ്. പ്രയർ ആരാണ് ചൊല്ലിയിട്ട്? ആരാ പ്രയർ ഉണ്ടായിരുന്നത്? ആരുല്ലേ? പ്രയർ ചൊല്ലിയ ആള് പോയാ? ശ്രീലജായിരുന്നു. പോയാ? വേറെ ആരെങ്കിലും ആട്ടെ? മിസ്സേ, മലയാളം പ്രയർ മതിയോ? മലയാളം പ്രയർ സോങ് മതിയോ? മലയാളം വേണ്ടല്ല, നമുക്ക് ഇംഗ്ലീഷ്. ആരുമില്ല? ഇംഗ്ലീഷ് ആരും പ്രിപ്പയർ ആയിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആരായാലും വേണ്ടില്ല, പറഞ്ഞോ. മാം ഞാൻ പറയാം. ഓക്കെ ഓക്കെ, പറ. പറഞ്ഞോളൂ. Okay. Good afternoon, everyone. Prayer. Oh Lord, we are grateful for the dawn of this day. Grant us wisdom and guide our steps. Bless our teachers, parents, and all the helping hands. Grant us strength, bring us joy, and wipe away every tear. Thank you. Okay, thought of the day ഒന്ന് പറഞ്ഞേ. I am Rini, and I am pleasure to welcome all of you today. As we gather here, let's begin our class with a positive and fresh mind. The thought of the day is, if you have a dream, never let go of it. Chase it till the end. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്, അവസാനം വരെ അതിനെ പിന്തുടരുക. I repeat it. If you have a dream, never let go of it. Chase it till the end. Thank you. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. 6th ആണ് നമ്മൾ ഇനി എടുക്കേണ്ടത്. ജോണ്ടിസ് ഒരാൾ വായിച്ചേ. ജോണ്ടിസ്. ഞാൻ വായിക്കാം മിസ്. I am Samira Abubakar. I am from Aluva. Okay. Jaundice. It is caused by the various germs in blood and excreta of patients. The germs affected the liver. If medical aid is not properly given, the eyes become yellow in color. At this stage, the activities of the internal organs, especially the liver, become malfunctioning, and finally, the patient may even die. So, treatment should be given in the starting itself. Okay. എന്താണ് ജോണ്ടിസ് എന്ന് വെച്ചാല്? മഞ്ഞപ്പിത്തം. ജോണ്ടിസ് എന്ന് വെച്ചാല് മഞ്ഞപ്പിത്തം. It is caused by the various germs in blood and etc. of patients. എന്ന് വെച്ചാൽ എന്താ? രക്തത്തിലെ വിവിധ രോഗാണുക്കൾ, ബ്ലഡിലുള്ള ജേംസ്, വേരിയസ് ജേംസ്, ബ്ലഡിലുള്ള വിവിധ രോഗാണുക്കളും, പിന്നെന്താ രോഗിയുടെ പേഷ്യൻസിന്റെ എക്സീട്ര എന്ന് വെച്ചാൽ എന്താ? എക്സീട്ര എന്ന് വെച്ചാ വിസർജ്യ, അങ്ങനെ പറയണാണ് എക്സീട്ര എന്ന്. അപ്പൊ ഈ പേഷ്യൻസിന്റെ വിസർജ്യ കാര്യങ്ങൾ, അങ്ങനത്തെയാണ് ഈ അസുഖത്തിന് കാരണം വന്നത്. വൃത്തിയൊക്കെ ഇല്ലാത്തടത്താണ് മഞ്ഞപ്പിത്തം കൂടുതൽ വന്നത്. വൃത്തി, നമ്മുടെ ഈ ചെറിയ കോളനികളിലൊക്കെ എങ്ങനെയായിരിക്കും? വെള്ളം കെട്ടിക്കിടന്ന്, അപ്പൊ അവിടെ ഇങ്ങനെ ഭയങ്കര വൃത്തിഹീനമായിരിക്കും. ബാത്റൂമിൽ നിന്നുള്ള വെള്ളം, പിന്നെ അടുക്കള കിച്ചണിൽ നിന്നുള്ള വെള്ളം, അങ്ങനത്തെ പള്ളി മാർക്കറ്റ് സൈഡൊക്കെ ഏറ്റവും കൂടുതൽ അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഈ ജോണ്ടിസിനുള്ള ഏറ്റവും വരാനായിട്ട് ഇതുണ്ട്. അതാണ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വേരിയസ് ജേംസ് ഇൻ ബ്ലഡ് ആൻഡ് എക്സെട്ര ഓഫ് പേഷ്യൻസ്. അതിന്റെ കാരണം എന്താ? ജേംസ്, ഒരുപാട് തരത്തിലുള്ള ബ്ലഡിൽ ജേംസ് വരും. അതുപോലെ പേഷ്യൻസിന്റെ വിസർജ്യ വസ്തുക്കൾ, അതുമാണ് ഇതിന്റെ കാരണം. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പേഷ്യൻസിന്റെ എങ്ങനെയാണ് വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് വല്ല
എന്തെങ്കിലും കൈ കാലൊക്കെ മുറിവുണ്ടെങ്കിൽ ആ മുറിവ് വൃത്തിയില്ലാണ്ട് നമ്മൾ എന്ത് വേണം, മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെറ്റോൾ ഇട്ടിട്ട് നല്ലോണം ക്ലീൻ ചെയ്യും അല്ലെ. ഈ ഡെറ്റോൾ എന്ന് പറയുന്ന സാധനം ഈ അണുക്കളൊക്കെ നശിപ്പിച്ച് കളയും. ഇത് മുറിവ് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോ അതിൽ നിന്ന് പഴുത്ത് പുഴു പോലെയൊക്കെ വരും. അപ്പൊ അതിൽ നിന്ന് വിസർജ്യം നമുക്ക് ഇതുണ്ടാവും. പിന്നെ എന്തായിരിക്കും പേഷ്യൻസിന്റെ വിസർജ്യ വസ്തുക്കൾ, അതൊക്കെ എന്താണെന്ന് നമുക്കറിയാലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടാവണ, അതുകൊണ്ടാണ് ഈ ജേംസ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം എന്നത്. ദ ജേംസ് അഫക്റ്റഡ് ദ ലിവർ. ഇത് മെയിൻ ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്നത് ലിവറിലാണ്. അണ്ടർലൈൻ ചെയ്തിടാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് MCQല് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ജോണ്ടിസ് എവിടെയാണ് നമുക്ക് അഫക്ട് ചെയ്യണത്? എവിടെ അഫക്ട് ചെയ്യണേ? ദ ലിവറിൽ. ജോണ്ടിസ് ഈ രോഗാണുക്കൾ നമുക്ക് കരളിനെ കയറി അങ്ങോട്ട് ബാധിക്കും. കരളിലാണ് രോഗാണുക്കൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലെ. കരളിൽ ഇങ്ങനെ ഇരിക്കുന്ന കരള് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കണതല്ലേ കരള്. അപ്പൊ ഈ അഫക്റ്റഡ് ഈ ജേംസ് ഒക്കെ അവിടെ കയറി അങ്ങനെ അഫക്ട് അവിടെ കയറി ഇരിക്കും. ഈ മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഗിവൺ, ദ ഐസ് ബിക്കം യെല്ലോ കളർ. നമുക്ക് എപ്പോഴും ഇങ്ങനെ മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് നമ്മൾ പറയും എല്ലാം മഞ്ഞയായിട്ട് കാണുന്നു അല്ലെ. ഈ മഞ്ഞപ്പിത്തം പിടിച്ചവർക്കൊക്കെ എന്തായിരിക്കും? മഞ്ഞ കളറായിരിക്കും കാണുന്നത്. അവർക്ക് എന്ത് നോക്കിയാലും അവരെ കണ്ണില് മഞ്ഞയാണ് കൂടുതൽ കാണാം. അപ്പൊ ഇതിന് വൈദ്യസഹായം ശരിയായിട്ട് നൽകിയില്ലെങ്കിൽ, ഇഫ് മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഗിവൺ, നമ്മൾ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ പോയി നല്ല ട്രീറ്റ്മെന്റ് ഇതിന് എടുത്തില്ലെങ്കിൽ ഇതിനെന്തുണ്ടാവും? ഐസ് ബിക്കം യെല്ലോ ഇൻ കളർ. നമുക്ക് പിന്നീട് കാണുന്നതൊക്കെ മഞ്ഞ കളറായിട്ട് കാണും. This stage the activities of the internal organs, especially the liver, become malfunctioning and finally the patient may even die. എന്നുവെച്ചാൽ എന്താ? നമ്മൾ ഇതിന് നമ്മൾ പറഞ്ഞു ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ നൽകിയില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് എന്ത് നോക്കിയാലും എന്ത് തോന്നും? മഞ്ഞ നിറമാകും. അപ്പൊ ഈ ഘട്ടത്തില് നമ്മളുടെ ഇത് ബാധിക്കണം എങ്ങനെ? ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ലിവറിനാന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ബാധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കരൾ തകരാറിലാവുകയും പിന്നീട് രോഗിക്ക് ഈവണ്ടായി എന്തുണ്ടാവും? പിന്നീട് രോഗി മരിക്കാനിടയാവുകയും ചെയ്യും ഈ ഒരു ജോണ്ടിസ് വന്ന. പിന്നെന്താ? സോ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ ദ സ്റ്റാർട്ടിംഗ് ഇറ്റ്സെൽഫ്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ജോണ്ടിസ് കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കണം. അതാണ് ജോണ്ടിസ് എന്ന് പറഞ്ഞത്. ഒന്നും കൂടി പറയാം. ജോണ്ടിസ് എന്ന് വെച്ചാല് മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് നമ്മുടെ എങ്ങനെ? അതിന് കാരണമാകണത് ബ്ലഡിലുള്ള ജേംസും എക്സിറ്റ് ഓഫ് പേഷ്യൻസിന്റെ വിസർജ്യ വസ്തുക്കളും ഒക്കെ കൂടിയാണ്. അതാണ് ജോണ്ടിസ് ഉണ്ടാവാൻ കാരണം. ഈ ജേംസ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യണത് നമ്മുടെ ലിവറിനെയാണ്. പിന്നെന്താ? ഇതിൽ നമുക്ക് മെഡിക്കൽ ഈസ് നോട്ട് പ്രോപ്പർലി, നമ്മൾ കറക്റ്റ് അല്ലാതെ കറക്റ്റ് രീതിയിലല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും പിന്നെടുക്കാം, നമ്മൾ അതിങ്ങനെ വെച്ചോണ്ടിരുന്ന് പിന്നെ നമ്മൾ നല്ല ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെന്താവും? നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് മഞ്ഞ കളറായിട്ട് മാറും. അഫക്ട് ചെയ്യുന്നത് ലിവറിനാണെങ്കിലും നമ്മൾക്ക് ഇത് പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം മഞ്ഞായിട്ട് തോന്നും, മഞ്ഞപ്പിത്തം പിടിച്ചത് കൊണ്ട്. പിന്നെന്താ? ഇത് നമ്മുടെ ശരീരത്തില് ബാധിക്കുന്നത് ആക്ടിവിറ്റീസ് ഓഫ് ഇന്റേണൽ ഓർഗൻസിനെയാണ്. നമ്മൾ പറഞ്ഞു ലിവറിനെ ബാധിക്കും, സ്പെഷ്യൽ ആയിട്ട് ലിവറിനെ ബാധിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കും. ഈ ലിവറിനെയും ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുമ്പോൾ മാൾ ഫങ്ഷനിങ് ആൻഡ് ഫൈനലി പേഷ്യന്റ് ഈവൻ ഡൈ. ഇതെന്താ? അങ്ങനെ അവയവങ്ങൾക്കൊക്കെ ആന്തരിക അവയവങ്ങൾക്ക് പ്രവർത്തനങ്ങൾ എന്താവും? തകരാറിലാവും അല്ലെ. ആന്തരിക അവയവത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാവുകയും പിന്നീട് എന്തുണ്ടാവും? രോഗി മരിക്കാനിടയാകും, രോഗി മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് മഞ്ഞപ്പിത്തമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഷുഡ് ബി ഗിവൺ ഇൻ ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്. ആ സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് നൽകണം. അതാണ് ജോണ്ടിസിന്റെ കാര്യം പറയണത്. ഓക്കെ, ജോണ്ടിസിന്റെ പറയേണ്ട കാര്യമുണ്ടോ? നോ ടീച്ചർ. പറയണ്ടല്ലേ നീ? നെക്സ്റ്റ് ഒരാൾ വായിച്ചേ. നെക്സ്റ്റ് എന്താ? മലേറിയ. മലേറിയ. മലേറിയ ആരാ വായിക്കാം?
ഞാൻ വായിക്കാം മാം. നൈസി. പേര് പറഞ്ഞോ. നൈസി ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ. Malaria. Mosquitoes are mainly liable for the spread of these diseases. When the mosquitoes bite, the germs get in the bloodstream, and then the red blood corpuscles, severe headache, recurrent fever, weakness of the body, etc. are common symptoms. ഓക്കെ. മലേറിയ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം മലേറിയ പരത്തുന്നതാരാ? മലേറിയ നമുക്ക് പരത്തുന്നതാരാ? കൊതുക്, മോസ്കിറ്റോസ്. കുഞ്ഞി ചെറുതിലേ മുതൽ നമുക്കറിയാം മലേറിയ പരത്തുന്നത് കൊതുകാണെന്ന്. അപ്പൊ മലേറിയ എങ്ങനെയാണെന്ന് നോക്കാം. മോസ്കിറ്റോസ് ആർ മെയിൻലി ലൈബിൾ ഫോർ ദ സ്പ്രെഡ് ഓഫ് ദിസ് ഡിസീസ്. ഈ അസുഖം, ഈ രോഗം നമുക്ക് മെയിൻ ആയിട്ട് വരുത്തുന്നത് ആരാ? മോസ്കിറ്റോസ്, കൊതുകുകളാണ് ഈ രോഗം പ്രധാനമായിട്ടും നമുക്ക് പരത്തുന്നത്. When the mosquitoes bite, the germs get into the bloodstream and the red blood capsules, severe headache, recurrent fever, weakness of the body are common symptoms. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇതിന്റെ മെയിൻ കാര്യങ്ങൾ പറയുന്നത്, കൊതുക് നമ്മളെ കടിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും? ജേംസ് കയറും, അത് ബ്ലഡിലോട്ട് പരക്കും. നമ്മുടെ ശരീരത്തില് കൊതുകൾ കടിക്കുമ്പോൾ രോഗാണുക്കള്, ജേംസ് രക്തത്തിലെത്തുകയും പിന്നീട് അതെന്താവും? രക്തത്തിലെത്തി റെഡ് ബ്ലഡ് ക്യാപ്സൽസ് ആവും, പിന്നീട് കോക്സൽസ്. അതെന്താ? പിന്നീട് അത് രക്തത്തിൽ നടക്കുമ്പോ ചുവന്ന രക്താണുക്കളെയാണ് പറയണേ റെഡ് ബ്ലഡ് എന്ന്. റെഡ് ബ്ലഡ് എന്ന് പറയണത് ചുവന്ന രക്താണുക്കളില് പ്രവേശിക്കും. ചുവന്ന രക്താണുക്കളില് പ്രവേശിക്കുകയും റെഡ് ബ്ലഡ് കോക്സൽസ് സിവിയർ. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. സിവിയർ ഹെഡേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തലവേദന, കട്ടിയുള്ള തലവേദന. പിന്നെന്തായിരിക്കും? കട്ടിയുള്ള തലവേദന. പിന്നെ റിക്കറന്റ് ഫീവർ എന്ന് വെച്ചാൽ എന്താ? ആവർത്തിച്ച്. റിക്കറന്റ് ഫീവർ എന്ന് വെച്ചാൽ പിന്നീട് ആവർത്തിച്ച് നമുക്ക് ഭയങ്കര പനി വരും. ഒരു പനി മാറി ഒന്ന് നിൽക്കുമ്പോഴത്തേന് അപ്പൊ തന്നെ അടുത്ത പനി വരും. അങ്ങനെ ആവർത്തിച്ചുള്ള പനി. പിന്നെ വീക്ക്നെസ് ഓഫ് ദ ബോഡി, ശരീരത്തിന് ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും. നമുക്ക് തളർന്ന് തന്നെ പോകും, നമ്മൾ ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. അതാണ് കോമൺ സിംറ്റംസ്. മലേറിയ വന്നു കഴിഞ്ഞാൽ കോമൺ സിംറ്റംസ്. ഇപ്പൊ മുമ്പൊക്കെ മലേറിയ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു, മരിച്ചടക്കം പോയിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മലേറിയ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനുള്ള കൗണ്ട് കുറയും. എല്ലാവരുടെ ശരീരത്തിൽ നിന്ന് എന്താ കുറയാ? കൗണ്ട് കുറയും. പെട്ടെന്ന് ഒരു കൗണ്ട് കുറയുന്നത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ആവർത്തിച്ച് പനി വരുന്നതും അവരുടെ ശരീരം വീക്ക് ആവുന്നതും. ഇങ്ങനെ കൗണ്ട് കുറഞ്ഞു വന്നാൽ നമ്മുടെ ശരീരത്തിൽ വീക്ക് ആവുകയും ചെയ്യും. ഇതുപോലെ ജേംസ് നമ്മുടെ ബ്ലഡിൽ കൂടി, നമ്മുടെ ബ്ലഡിൽ അണുക്കൾ കൂടി. അപ്പൊ നല്ല ബ്ലഡ് നമുക്ക് പാസ് ചെയ്ത് കിട്ടണില്ല. ശരീരത്തിന്റെ അവയവത്തിലേക്കൊക്കെ ബ്ലഡ് പമ്പ് ചെയ്യണത് ഏതാ? ഈ ജേംസിന്റെ ബ്ലഡാണ്, കൊതുക് കടിച്ചിട്ട്. അപ്പൊ മലേറിയ ഉണ്ടാവണത് മോസ്കിറ്റോസ് ആണ് മെയിൻ ആയിട്ട് ഇത് പരത്തുന്നത്. അതുപോലെ തന്നെ അത് കടിക്കുമ്പോൾ എന്തുണ്ടാവും? ദ ജേംസ് ഗെറ്റ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. അത് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് കയറുകയും പിന്നെ ഇത് പരത്തണത് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു എങ്ങനെ? രക്തത്തിലെത്തുകയും അതുപോലെ ചുവന്ന രക്താണുക്കളിലാണ് പ്രവേശിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഈ മലേറിയ നമ്മളെ കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇതിന്റെ ജേംസ് കയറും, ബ്ലഡിൽ കയറും. ആ ബ്ലഡിൽ കയറുന്നത് മെയിൻ ആയിട്ട് റെഡ് ബ്ലഡ് കോർപ്പസൽസിലാണ് കയറുന്നത്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തേക്കാം. റെഡ് ബ്ലഡ് കോർപ്പസൽസ് അത് അണ്ടർലൈൻ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥകൾ, നമ്മുടെ ആ ഒരു അസുഖങ്ങൾ, ഇതിന്റെ ലക്ഷണങ്ങൾ, അതാണ് കോമൺ സിംറ്റംസ് ആണ്. സിവിയർ ഹെഡേക്കും റിക്കറന്റ് ഫീവറും വീക്ക്നെസ് ഓഫ് ദ ബോഡി. അപ്പൊ അത് അത്രയും ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്തേക്കാം. 3 സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ബാധിക്കുന്നത് ഏതിനാണെന്ന്, ഈ റെഡ് ബ്ലഡ് ാണ് ബാധിക്കുന്നത്, അതും അണ്ടർലൈൻ ചെയ്തേക്കാം. മലേറിയ ബാധിക്കുന്നത് റെഡ് ബ്ലഡ് കോർപ്പസൽസിലേക്കാണ്. അതിന്റെ സിംറ്റംസും ഓർത്ത് വെക്കാം. അത്രേ ഉള്ളൂ മലേറിയ. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഇത് പറയണോ? ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? എല്ലാവരും പോയാ? അപ്പൊ ഇനി പറയണ്ടല്ല. അപ്പൊ മലേറിയ ആണ് അത്. മലേറിയയുടെ ഇനി പറയണ്ടല്ല.
പറയണോ? No, teacher. Okay. മനസ്സിലായി മിസ്. ചോദിച്ചോ. മിസ്, ഏത് കൊതുകാണ് ഇത് മലേറിയ പരത്തുന്നത്? മലേറിയ പരത്തുന്നത് ഏത് കൊതുകാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കും മലേറിയ പരത്തുന്നത് ഏത് കൊതുകാ? നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ നമ്മൾ ഏത് കൊതുകാ മലേറിയ പരത്തുന്നത്? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. മിസ് ഡെങ്കി പരത്തുന്നത് കൊതുകാണ്. അനോഫലിസ് ആണോ ക്യൂലെക്സ്? ഏതാണ്? അനോഫലിസ് ആണോ? Anopheles. പിന്നെ കഴിക്കാൻ മേലാത്ത ഫുഡ് എന്നതൊക്കെയാ മിസ്സേ? കഴിക്കാൻ പറ്റുകയല്ലാത്ത ഫുഡ് ജോണ്ടിസ് എഫക്റ്റ് ആയി കഴിയുമ്പോ? മഞ്ഞപ്പിത്തം എഫക്റ്റ് ആയി കഴിയുമ്പോ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ്. കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് അങ്ങനെയൊക്കെ ഇല്ല. എനിക്കറിയില്ല. ജോണ്ടിസ് എഫക്റ്റ് ആയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനേല് ഇന്ന ഫുഡൊക്കെ കഴിക്കാൻ പാടില്ല എന്നുണ്ടാ? ഉപ്പൊക്കെ കഴിക്കരുതെന്ന് പറയുന്നതൊക്കെ. ഞങ്ങളുടെ ഒരു ഇതൊക്കെ മഞ്ഞപ്പിത്തം, അതുകൊണ്ട് ചോദിച്ചതാ. ആണല്ലേ? എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടാ. എനിക്ക് ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ഉപ്പിട്ട് കഴിക്കരുത്. മീന്, ഇറച്ചി, മുട്ട, കോഴിമുട്ട, കോഴിയിറച്ചി ഇതൊന്നും കഴിച്ചുകൂടാ. പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ. ഉപ്പ് കഴിക്കാൻ പാടില്ല എന്നതേ ഒരുപാട് പേര്. ഓയിൽ കഴിക്കാൻ പാടില്ല. പക്ഷെ ഇതിന്റെ സിംറ്റംസ് ആദ്യം അങ്ങ് ഭയങ്കര വിറവിലായിരുന്നു ആ കുട്ടി. ആണല്ലേ? ഷിവറിംഗ് ആയിരിക്കും അല്ലെ? വിറവിലും ഭയങ്കര ഹൈ ഫീവറുവാ. ഫീവർ ഉണ്ടാവും. ഹെഡേക്ക്, പിന്നെ ടയർഡിനെസ്, ഇതൊക്കെയായിരുന്നു ലക്ഷണങ്ങള്. കഴിക്കുന്ന കാര്യം ഉപ്പിടാതാണ് കൊടുത്തോണ്ടിരിക്കുന്ന, അറിയില്ല. ആയിരിക്കും. ഉപ്പ് ഒരുപാട് പേര് കമന്റ് ചെയ്തു ഉപ്പ് കഴിക്കാൻ പാടില്ല. എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല കേട്ടാ. ജോണ്ടിസ് നമുക്കങ്ങനെ അടുത്ത ആർക്കും അറിഞ്ഞു വന്നിട്ടില്ല അങ്ങനെ. ഓക്കെ മിസ്. ഓക്കെ. മലേറിയ പരത്തുന്ന കൊതുകിനെ കിട്ടിയാ? ഞാൻ നെറ്റിൽ അടിച്ച് നോക്കാന്ന് ഓർക്കുക. Female Anopheles. അനോഫിലിസ് തന്നെ. ഓക്കെ. ഫീമെയിൽ അനോഫിലിസ് കൊതുക്. ഓക്കെ. കിട്ടാ. അവരെ വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ടേ കിട്ടാ. പച്ചമരുന്ന് കുടിക്കുമ്പോ. ഓക്കെ. അപ്പൊ മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലിസ് ആണ്, ഫീമെയിൽ ആണ്. അപ്പൊ അതെന്താ എഴുതി കുറിച്ചിട്ടേക്ക്. എക്സ്ട്രാ പോയിന്റ് കിട്ടുമ്പോ ഒക്കെ നിങ്ങൾക്ക് അത്രയും റെഫർ ഏരിയയിൽ കുറഞ്ഞു കിട്ടൂലേ? ഓക്കെ. നെക്സ്റ്റ് ടൈഫോയിഡ്. ടൈഫോയിഡ് 8ാമത്തെ പോയിന്റില്. എന്താ ടൈഫോയിഡ്? ടൈഫോയിഡ് നമുക്കറിയാം. ഈ രോഗം നമുക്ക് ദ ഡിസീസ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ. ആരെ വായിക്കുന്നതാണ്? വായിച്ചേ? ഞാൻ വായിക്കാം മിസ്. ആരെ വായിച്ചോ? പേര് പറ. റഫീന. ഓയിൽ ഫുഡ് കഴിക്കരുത്. ഓയിൽ ഫുഡ് കഴിക്കരുതല്ല. ഓയിൽ ഫുഡ് കഴിക്കരുതെന്നാണ് പറഞ്ഞത് കേട്ടോ ഉഷാരോട്. ബോയിൽ എല്ലാം തിളപ്പിച്ചാ കഴിച്ചോണ്ടിരിക്കുന്നത്. എണ്ണയും മസാലകളും ഒന്നും കഴിക്കുന്നില്ല. പപ്പയാണ് നല്ലതെന്ന് പറഞ്ഞു. പപ്പയ ബോയിലൊക്കെയാ കഴിക്കുന്നത്. ഓക്കെ. വായിച്ചോ? ആരാ വായിക്കണേ? റഫീന. എന്റെ വീട് ചെങ്ങന്നൂർ. ടൈഫോയിഡ്. This disease propagates through water, dust, etc. Flies also help in the spread of the disease. Headache, body pain, bleeding, etc. are the symptoms. Sometimes the motion will be loose and there may be vomiting also. Gradually, the lips and the tongue will become dry. It remains for a few days. This disease lasts for 3 or 4 weeks. Thank you. ഓക്കെ. അപ്പൊ ടൈഫോയിഡ് എന്ന രോഗം ഈ രോഗം നമുക്ക് എങ്ങനെയാ പകരുന്നത്? വെള്ളത്തിലൂടെയും പൊടിയിലൂടെയുമാണ് പകരുന്നത്. എങ്ങനെയാണ്? ദിസ് ഡിസീസ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ വാട്ടർ ഓർ ഡസ്റ്റ്. വാട്ടറും ഡസ്റ്റും, വെള്ളത്തിൽ കൂടിയും പൊടിയിലൂടെയുമാണ് നമുക്ക് ടൈഫോയിഡ് പകരണത്. ഇതൊരു പകരണ രോഗമാണ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് പകരണ രോഗമാണ്. അപ്പൊ വെള്ളം, വാട്ടർ, പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അത് നമുക്ക് ശ്വസിച്ച് പൊടിപടലത്തില് ഇതുണ്ടാവുമ്പോ അങ്ങനെ വരും. പിന്നെന്താ? ഫ്ലൈസ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഈ അസുഖം സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ?
ഈച്ചകള് രോഗം പകരാനായിട്ട്, ഈച്ചകളിൽ നിന്നാണ് നമുക്ക് ഈ രോഗം പകരണത്. അപ്പൊ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം വന്നിരുന്ന് നമ്മൾ അത് കഴിക്കും. അപ്പൊ ഈച്ചകളിൽ നിന്ന് ഫ്ലൈസ് ആൾസോ ഹെൽപ്പ്, അത് അണ്ടർലൈൻ ചെയ്യാം. ടൈഫോയിഡ് മെയിൻ കാര്യം വാട്ടറിലും വെള്ളത്തിലുമാണ് പടരണത്. പിന്നെ ഇതിനെന്താ നമ്മളെ ശരീരത്തിലേക്ക് നമുക്ക് ഉണ്ടാവാനായിട്ട് അത് സഹായിക്കുന്നത്, സ്പ്രെഡ് ചെയ്യണത് ഫ്ലൈസ് ആണ്. ഈച്ചകളിൽ കൂടെയാണ് നമുക്ക് ഈ ശരീരത്തിലേക്ക് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യണത്. പിന്നെ ഇതിന്റെ സിംറ്റംസ് ആണ് പറയണേ. ഇതിന്റെ സിംറ്റംസ് എന്താ? തലവേദന, ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. നമ്മൾ മറ്റോടത്ത് പറഞ്ഞു മലേറിയക്ക് സിവിയർ ഹെഡേക്ക്, അതും ഭയങ്കര തലവേദന ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെയും എന്താ? ഇവിടെയും ഭയങ്കര തലവേദന ആയിരിക്കും. അതുപോലെ തന്നെ ശരീരവേദന ഉണ്ടായിരിക്കും. ബോഡി പെയിൻ, ശരീരം മൊത്തം, നമ്മുടെ ഏപ്പുകള്, കൈയുടെ ഏപ്പ്, ഷോൾഡറിന്റെ അടുത്ത്, കാലിന്റെ ഏപ്പ്, അവിടെയൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. പിന്നെന്താ? ബ്ലീഡിങ്, ഭയങ്കര എന്തായിരിക്കും? ബ്ലീഡിങ് ആയിരിക്കും, രക്തസ്രാവമായിരിക്കും, ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ ആദ്യത്തെ സിംറ്റംസ്, ഇതൊക്കെയാണ് സിംറ്റംസ്. സിംറ്റംസ് നോക്കി വെക്കാം. കാരണം ഇപ്പൊ നമ്മൾ മലേറിയയുടെ സിംറ്റംസ് പറഞ്ഞു, നമുക്ക് ഇതില് ഒരുപോലെ ഉണ്ടാവും. സെയിം ആയ സിംറ്റംസ് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ മലേറിയയുടെ സിവിയർ ഹെഡേക്കും റിക്കറന്റ് ഫീവറും വീക്ക്നെസ് ഓഫ് ദ ബോഡി. അതുപോലെ തന്നെ ടൈഫോയിഡിന്റെ എന്താ? ഹെഡേക്ക് ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെന്താ? ബോഡി പെയിൻ, ശരീരം മൊത്തം ഭയങ്കര പെയിൻ ആയിരിക്കും. പിന്നെ സംടൈംസ് ദ മോഷൻസ് വിൽ ബി ലൂസ് ആൻഡ് ദർ മേ ബി വോമിറ്റിംഗ് ഓൾസോ. ചില സമയത്ത് ലൂസ് മോഷൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. എന്തുണ്ടാവും? ചില സമയത്ത് അവർക്ക് ഈ ലക്ഷണങ്ങൾ കൂടാതെ തലവേദന, പിന്നെന്താ ശരീരവേദന, രക്തസ്രാവം, ഇത് കൂടാതെ അവർക്ക് ചില സമയത്ത് എന്തായിരിക്കും? അവർക്ക് ലൂസ് മോഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഛർദി ഉണ്ടായിരിക്കും, വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്രാജുവലി ദ ലിപ്സ് ആൻഡ് ടങ് വിൽ ബിക്കം ഡ്രൈ. പിന്നെന്താ? ഇവരെ ക്രമേണ കുറെ കഴിയുമ്പോൾ ഇവരെ ചുണ്ടുകളും നാവും എന്താ? വരണ്ടു പോകും. ചുണ്ടും നാവും വരണ്ടു പോകും, ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് വെള്ളം കുടിക്കാനൊക്കെ തോന്നും. അപ്പൊ നമ്മളിപ്പോ ഇരുന്ന് ഒരുപാട് പേര് എനിക്ക് ഭയങ്കര വരളിച്ച് ചുണ്ട് ഭയങ്കര വെള്ളം കുടിക്കാൻ അങ്ങനെ വിചാരിച്ച് ഇപ്പൊ ടൈഫോയിഡ് ആണെന്ന് ആരും വിചാരിക്കണ്ട. ലക്ഷണങ്ങൾ ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടി പൊടിയുടെ കൂടിയാ വരുന്നത്. അത് മെയിൻ ആയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈച്ചയാണ്. പിന്നെ ഇങ്ങനെ ഹെഡേക്ക്, ബോഡി പെയിൻ, ബ്ലീഡിങ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് അത് കൂടാതെ ലൂസ് മോഷൻ ഉണ്ടായിരിക്കും, വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ നമ്മുടെ ചുണ്ടും നാവും ഒക്കെ ആ സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇറ്റ് റിമൈൻസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ദിസ് ഡിസീസ് ലാസ്റ്റ് ഫോർ 3 or 4 weeks. എന്ന് വെച്ചാൽ എന്താ? ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഇത്രയും നാൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ. ഈ രോഗം വന്നു കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 ആഴ്ച വരെ ഈ അസുഖം നിൽക്കും, ടൈഫോയിഡ് നിൽക്കും. ഒരു ടൈഫോയിഡ് വന്നാൽ അത് മാറണമെങ്കിൽ മാക്സിമം 4 ആഴ്ചയെങ്കിലും വേണം. ഓക്കെ, 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച എന്നാൽ മാത്രമേ ഈ ഒരു ടൈഫോയിഡ് അസുഖം മാറുള്ളൂ. ടൈഫോയിഡ് വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഇത് വരുന്നത് വെള്ളത്തിൽ കൂടിയും പൊടിയിൽ കൂടിയാണ്. ഇതിനെ സഹായിക്കുന്നത്, സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഈച്ചകളാണ്. പിന്നെ തലവേദന, ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര രക്തസ്രാവം, ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. പിന്നെ ലൂസ് മോഷനും കൂടെ വോമിറ്റിംഗ് ഉണ്ടാവും. പിന്നെന്താ? ആ സമയത്ത് നമ്മുടെ ലിപ്പ്, നമ്മുടെ ചുണ്ടും നമ്മുടെ നാമൊക്കെ ഉണങ്ങി വരണ്ടും. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ ഇത് മാറും. ഇറ്റ് റിമൈൻസ് ഫോർ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ ദിസ് ഡിസീസ് ലാസ്റ്റ് ഫോർ 3 or 4 weeks. പക്ഷെ ഈ ഡിസീസ് ഉണ്ടായാല് 3 അല്ലെങ്കിൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കും. അതാണ് ടൈഫോയിഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ആരാ വായിക്കുക? നെക്സ്റ്റ് ഒരാള് വായിച്ചേ. ആരില്ലേ വായിക്കാൻ ആർക്കും ഇഷ്ടമല്ലേ? ഇതാർക്കും വായിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാള് വായിക്കൂ. വായിച്ചവരെ ആരാ വായിക്കണേ? ഫാത്തിമ. Measles. It is a common disease among school children and is caused by a virus. In the beginning, there was a cold, cough, and fever.
After a few days, red spots appear. Immunization is very important against measles. ഓക്കെ, മീസൽസ് എന്ന് വെച്ചാൽ 5-ാം പനി. പനിച്ചു കഴിഞ്ഞാൽ 5 ദിവസം പനി ഉണ്ടാവും, ഭയങ്കര പനിയായിരിക്കും. അത് കൂടാതെ 5-ാം പനി വന്നാൽ എന്താ, നമ്മുടെ മേലൊക്കെ കടിച്ചു പൊന്തും ഇല്ലേ? കുട്ടികൾക്കൊക്കെ 5-ാം പനി വന്നു കഴിഞ്ഞാൽ മുഖത്തും മേത്തും കാലുമൊക്കെ ഭയങ്കര തടിച്ച് പൊന്തും. അതാണ് മീസൽസ് എന്ന് പറയുന്നത്, 5-ാം പനി. 5 ദിവസവും നല്ല ശക്തിയായ കട്ടിയുള്ള പനിയായിരിക്കും. ഇറ്റ് ഈസ് കോമൺ ഡിസീസ് among the school children and is caused by a virus. കുട്ടികളില്, സ്കൂൾ കുട്ടികളില് കോമൺ ആയിട്ട് എല്ലാ കുട്ടികളിലും കാണുന്ന ഒരു രോഗമാണ് ഈ മീസൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം വലിയ വൈറസ് ആണ്. ഓക്കെ, അപ്പൊ മീസൽസ് എന്ന് പറയുന്നത് കോമൺ ഡിസീസ് ആണ്, സ്കൂൾ കുട്ടികളിൽ കാണുന്ന ഒരു കോമൺ ഡിസീസ് ആണ്. അതുപോലെ തന്നെ അതിന് കാരണമാകുന്നത് വൈറസ് ആണ്. ഇൻ ദ ബിഗിനിങ് there was a cold, cough and fever. After few days red spots appear. Immunization is very important against measles. എന്നുവെച്ചാൽ എന്താ, 5-ാം പനി എന്ന് പറഞ്ഞാല് സ്കൂൾ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇതിന് കാരണം എന്നത് വൈറസ് ആണ്. പിന്നെന്താ പറഞ്ഞേ, തുടക്കത്തില് ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ നമുക്ക് എന്തായിട്ട് തോന്നും, തുടക്കത്തില് ജലദോഷവും ചുമയും പനിയും ഉണ്ടാവും. തുടക്കത്തിൽ എന്തുണ്ടാവും, ഈ ഒരു മീസൽസ് വന്നാൽ, 5-ാം പനി വന്ന തുടക്ക സമയത്ത് അവർക്ക് ചുമയും പനിയും തലവേദനയും ഒക്കെ ഉണ്ടാവും. പിന്നെന്താ, a few days, കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് അവർക്ക് എന്താ ഇതൊക്കെ ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് അവരുടെ ശരീരത്തിൽ എന്തുണ്ടാവും, few days red spots appear. ചുവന്ന ഓരോ പാടുകൾ, സ്പോട്സ്, ചുവന്ന റെഡ് സ്പോട്സ് അവരുടെ ശരീരത്തിൽ കാണും. 5-ാം പനിക്കെതിരെ ഒരു പ്രതിരോധ കുത്തിവെപ്പ് ഉണ്ട്. ഇമ്മ്യൂണൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അഗെയിൻസ്റ്റ് മീസൽസ്. 5-ാം പനിക്കെതിരെ ഒരു പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ മീസൽസ് എന്ന് പറയുന്നത് 5-ാം പനിയാണ്, കോമൺ ഡിസീസ് ആണ്, സ്കൂൾ കുട്ടികളിൽ കോമൺ ഡിസീസ് ആണ്. അതിന്റെ മെയിൻ കാരണം വൈറസ് ആണ്. തുടക്കത്തിൽ തന്നെ ഈ മീസൽസ് വന്ന ഒരു കുട്ടിക്ക് ഭയങ്കര ചുമയും പനിയും ഉണ്ടാവും, തണുപ്പുണ്ടാവും, ഭയങ്കര തണുപ്പായിരിക്കും, ഭയങ്കര ചുമയായിരിക്കും, അതുപോലെ ഭയങ്കര പനിയായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 5-ാം പനി വന്ന കുട്ടിക്ക് ശരീരം മൊത്തം, മുഖത്തും കയ്യുമേയും കാലുമൊക്കെ റെഡ് സ്പോട്ട് കാണപ്പെടും. റെഡ് കളറില് ഒരു തടിപ്പുണ്ടാവും. ഇമ്മ്യൂണൈസേഷൻ ആണ് ഇതിന്റെ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് അഗെയിൻസ്റ്റ് മീസൽസ്, ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, ഇനി കോളറ. ആരാ വായിക്കണ കോളറ? ഒരാള് കോളറ വായിക്കൂ. ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ, ഉഷ വായിക്കൂ. ഓക്കെ. This is another epidemic which is caused by microbes named as Vibrio cholera. It affects the small intestine. It spreads through food, vegetables, drinking water, etc. Severe vomiting and loose motion followed by thirst are the common symptoms. നെക്സ്റ്റ് കൂടി വായിച്ചോ. അബൌവ് സെൽ ഡിസീസ്. ഇച്ചിരിയുടെ മുന്നോട്ട് ആക്കണം. The above said diseases are common among young children. So it is the duty of the teacher to see that all the students in the school are healthy and free from diseases. If she finds any students distressed from any diseases, isolate them from other precautionary measures to prevent spreading of the disease. Okay. അപ്പൊ എന്താ പറഞ്ഞേ, കോളറ എന്ന് പറയുന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോണത് ലാസ്റ്റ് ആണ്. കോളറ എന്ന് പറയുന്നത് this is another epidemic which is caused by microbes named as Vibrio cholera. അണ്ടർലൈൻ ചെയ്യാം, വിബ്രിയോ കോളറ. എന്താ വിബ്രിയോ കോളറ എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് കോളറ. വിബ്രിയോ കോളറ എന്ന സൂക്ഷ്മാണുക്കൾ എന്ന ആ ഒരു സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന മറ്റൊരു പകർച്ചവ്യാധി, വേറൊരു പകർച്ചവ്യാധി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പകർച്ചവ്യാധിനെ കുറിച്ച് പറഞ്ഞു.
അതിലൊരു പകർച്ചവ്യാധിയാണ് ഈ കോളറ. കോളറയുടെ മൈക്രോബ്സ് നെയിംസ് എന്താ? വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ. ഇറ്റ് അഫക്ട് ദ സ്മോൾ ഇൻഡസ്ട്രൈൻ. ചെറുകുടലിലാണ് ഇത് അഫക്ട് ചെയ്യണത്. സ്മോൾ ഇൻഡസ്ട്രൈൻ. അപ്പൊ ഇത് അഫക്ട് ചെയ്യണത് സ്മോൾ ഇൻഡസ്ട്രൈൻ. ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ്? ഇറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ്. എന്നുവെച്ചാൽ എന്താ? ഭക്ഷണം, ത്രൂ ഫുഡ്, വെജിറ്റബിൾസ്, ഡ്രിങ്കിങ് വാട്ടർ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാം. എന്താ പറഞ്ഞേക്കണേ? ഭക്ഷണം, പച്ചക്കറി, കുടിവെള്ളം തുടങ്ങിയവയിലൂടെയാണ് ഇത് പകരുന്നത്. ഇതെങ്ങനെ പകരണേ? സ്പ്രെഡ് ചെയ്യണത്? ഫുഡ്, വെജിറ്റബിള്, ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ കുടിക്കണ വെള്ളം, വെജിറ്റബിൾ, പച്ചക്കറി എടുക്കുമ്പോ ഇപ്പൊ വിശ്വസിച്ച് പച്ചക്കറി കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നല്ലൊരു പച്ചക്കറി കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കണം. ആരുണ്ടാക്കും? ഇപ്പൊ അതിനൊക്കെ നേരുണ്ടാ? ഇല്ല. അപ്പൊ പച്ചക്കറി എവിടുന്നാ? തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചന്തയിലും ഒക്കെ വലിച്ച് ചവിട്ടി പട്ടിയൊക്കെ നടന്ന് ഒരു ഇതില്ലാത്ത പച്ചക്കറിയാണ് നമ്മൾക്ക് കിട്ടണത്, അല്ലേ? അപ്പൊ കോളറ എന്ന് പറയണത് എന്താ? അത് എപ്പിഡമിക് ആയ ഒരു ഡിസീസ് ആണ്. അതിന്റെ മൈക്രോ നെയിമാണ് വിബ്രിയോ കോളറ. അത് സ്മോൾ ഇൻഡസ്ട്രിയെ അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ അതിന് സ്പ്രെഡ് ചെയ്യണത് ഫുഡിൽ കൂടി, വെജിറ്റബിളിൽ കൂടി, ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ കുടിക്കുന്ന വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ കോളറ വരും. സിവിയർ വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ ഫോളോഡ് ബൈ ദ ഫസ്റ്റ് കോമൺ സിംറ്റം. മെയിൻ ആയിട്ട് പറഞ്ഞ കോമൺ സിംറ്റം ആണ് എന്തെന്നാ? ഇങ്ങനെയുള്ള ആൾക്ക് ഭയങ്കര പനിയായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും, ഭയങ്കര കോൾഡ് ആണ്, ആൻഡ് ഫീവർ. അതുപോലെ പനിയും ഉണ്ടായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പേഷ്യന്റിനെ വീട്ടിലോട്ട് വിടും. ഇമ്മ്യൂണൈസേഷൻ ഈ വെരി ഇമ്പോർട്ടന്റ് അഗേൻസ്റ്റ് മീസൽസ്. ഇമ്മ്യൂണൈസേഷൻ എന്താ പറഞ്ഞേ? ഇമ്മ്യൂണൈസേഷൻ ഈസ് മീസൽസ് ആയിപ്പോയാ? തെറ്റിപ്പോയി. അപ്പൊ എന്താ ആരൊന്നും മിണ്ടാണ്ടിരുന്നേ? എല്ലാവരും ഉറങ്ങിയാണോ? ഞാനിങ്ങനെ ഒരു ലൈൻ തെറ്റി പറഞ്ഞിട്ട് ഒരെണ്ണം മിണ്ടിയില്ലല്ല. നോ ടീച്ചർ, ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ പറയുന്നേന്ന്. അതിങ്ങനെ ഞാനിപ്പോ ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കുകയാണ് കോളറൊക്കെ എന്താ ഇമ്മ്യൂണൈസേഷൻ. എന്നിട്ട് എന്താ ആരും പറഞ്ഞില്ല. ഞാൻ ഇത് ഇങ്ങനെ ലൈൻ കേട്ടിപ്പ ഇത് പറയണ്ടതിന് പകരം ഫോണിലേക്ക് കേറി. അപ്പൊ ആരൊന്നും പറയണില്ല. എത്ര പേരിട്ടുണ്ട്? നോ ടീച്ചർ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ ലൈൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമായിരുന്നു, എവിടെയാണ് ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞത് എന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോഴാ ടീച്ചർ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഉഷ അവിടെ ഇല്ലേ? ഉഷ കണ്ടില്ലേ? കേൾക്കുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചു. ഓക്കെ ഓക്കെ. ടീച്ചർ അവിടെ ഇരുന്ന് പറയട്ടെ, തെറ്റാണെങ്കിൽ അവിടെ പറയട്ടെ എന്ന് വിചാരിച്ചല്ലേ? കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ച്. നോക്കട്ടെ, ചിലപ്പോ വെളിയിന്ന് പറയുവാണോ എന്നൊരു സംശയം തോന്നി. ഓക്കെ ഓക്കെ, ശരി. എന്നാ ഞാനിതിങ്ങനെ പറഞ്ഞ് കേറിപ്പോയി മുകളിലോട്ട്. ഓക്കെ. അപ്പൊ കോളറ എന്ന് പറയണത് ഇപ്പൊ മനസ്സിലായില്ല എന്താ? കോളറ എന്ന് പറയണത് പകരണ ഒരു മൈക്രോവേവ്സ്. അതിന്റെ ഇമ്പോർട്ടന്റ് ആണ് വിബ്രിയോ കോളറ. അതിന്റെ വൈറസിന്റെ പേരാണ് വിബ്രിയോ കോളറ. അത് ഇമ്പോർട്ടന്റ് ആണ്. വിബ്രിയോ കോളറ എന്നറിയപ്പെടുന്ന ആ ഒരു ജേംസ് ആണ് ഈ അസുഖം പരത്തുന്നത്. സ്കൂൾ കുട്ടികൾക്ക് പിന്നെന്താ? അത് വീണ്ടും അങ്ങനെ കയറിപ്പോ വേണം. അത് മാറ്റിയിട്ടുണ്ട്. മീസൽസ് തന്നെയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അതങ്ങനെ കാണുമ്പോ അതിലേക്ക് തന്നെയാണ് കയറിപ്പോണത്. അപ്പൊ എന്താ പറയണേ? ഈ സാധനത്തിനെ അതാണ് വിബ്രിയോ കോളറ ആണ്. ഇത് ഇൻഡസ്ട്രിയിൽ, സ്മോൾ ഇൻഡസ്ട്രിയിൽ, ചെറുകുടലിലാണ് ഇത് അഫക്ട് ചെയ്യണത് ചെറുകുടലില്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യുമ്പോ എങ്ങനെ സ്പ്രെഡ് കോളറ? ത്രൂ ഫുഡിൽ കൂടി, വെജിറ്റബിൾ, നമ്മള് പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോ എങ്ങനെ പച്ചക്കറി മേടിക്കണേ? നമ്മള് പച്ചക്കറിയൊക്കെ പല സ്ഥലത്തുനിന്നും ആയിരിക്കും വെജിറ്റബിൾസ് ഒക്കെ കിട്ടണത്. പിന്നെ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന്, അങ്ങനെയൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യണത്. പിന്നെ ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും അവർക്ക്. സിവിയർ ആയ വോമിറ്റിംഗ്, ഭയങ്കര ഒച്ചയിലുള്ള വോമിറ്റിംഗ് കണ്ടിട്ടില്ലേ? സിവിയർ വോമിറ്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര വോമിറ്റിംഗ്. ചിലവര് വോമിറ്റ് ചെയ്യുമ്പോ ഇവിടെ വോമിറ്റ് ചെയ്താ ഒരു 10 വീട് അപ്പുറത്ത് കേൾക്കാം. അങ്ങനെ ഒച്ചയിൽ വോമിറ്റ് ചെയ്യും. ഭയങ്കര ലൂസ് മോഷൻ ആയിരിക്കും. അതാണ് അതിന്റെ സിംറ്റംസ്, കോമൺ സിംറ്റംസ്. അപ്പൊ എല്ലാത്തിന്റെ സിംറ്റംസ് ഓർത്തു വെക്കാട്ടാ. ഈ 10 പോയിന്റിന്റെ സിംറ്റംസ് എല്ലാവരും ഓർത്തു വെക്കണം മെയിൻ ആയിട്ട്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യണ കാര്യങ്ങൾ ഫുഡിൽ കൂടി, വെജിറ്റബിൾ കൂടി, ഡ്രിങ്കിങ് കൂടി ഒക്കെ എന്നുള്ളത് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മൈക്രോബസ്. ഏതാ മൈക്രോ? വിബ്രിയോ കോളറ.
അതും ഓർത്തു വെക്കാം. അതിന്റെ ജേംസ് ഇട്ടാ ആ ഒരു പേര് മൈക്രോനെയിം ആണ്, അത് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. അതും ഓർത്തു വെക്കാം. ഇതില് പിന്നെ ഇത് ബാധിക്കുന്നത് നമ്മുടെ ചെറുകുടലിനെ, സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് ബാധിക്കുന്നത് കോളറ എന്നുള്ളത്. ഓക്കെ, ഇനി അത്രയും കാര്യം അറിയാലെങ്കിൽ അത് പറയണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് പറയണത് നമ്മളിപ്പോ കോളറയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങള് 10 രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ 10 രോഗങ്ങളെ കുറിച്ച് the above said diseases are common among young children എന്ന് വെച്ചാല് ഈ മേൽ പറഞ്ഞ രോഗങ്ങള് ചെറിയ കുട്ടികളിലാണ് സാധാരണയായിട്ട് കാണുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരുന്ന 10 രോഗങ്ങളെ above said disease എന്ന് വെച്ചാല് മുകളിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങള് കോമൺ ആയിട്ട് യങ് ചിൽഡ്രൻ കുട്ടികളിലാണ് ഇത് കാണുന്നത്. So it is the duty of the teacher to see that all the students in the school are healthy and free from disease. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ആരോഗ്യത്തോടെയും രോഗത്തിൽ നിന്ന് മുക്തരാവണമെന്ന് നമ്മൾ കാണിക്കണം. അതാരുടെ കടമയാണ്. അവര് ഫ്രീ ഫ്രം ഡിസീസ്, അസുഖങ്ങൾ ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മുടെ സ്കൂളിലായാലും സ്കൂളില് നമ്മുടെ അധ്യാപകരുടെ കടമയാണ്, അല്ലെ? ടീച്ചേഴ്സിന്റെ സ്കൂളിലാണെങ്കിൽ ഇത്ര ഡ്യൂട്ടി ടീച്ചർമാരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഹെൽത്ത്. അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ അണുക്കളിൽ കൊള്ളില്ലാത്ത വെള്ളത്തിൽ നിന്ന് കൊള്ളില്ലാത്ത ഫുഡിൽ നിന്ന് വെജിറ്റബിൾ നമ്മളിങ്ങനെ പറഞ്ഞു, അങ്ങനത്തെ ഒരു കോണ്ടാക്റ്റിൽ കൂടി കിട്ടും ഇല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ കടമയാണ്. ആസ് എ ടീച്ചർ എന്ന നിലക്ക് നമ്മുടെ കടമയാണ്. അതാണ് സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ടീച്ചർ ടു സീ ദാറ്റ് ഓൾ സ്റ്റുഡൻസ്, എല്ലാ കുട്ടികൾക്കും സ്കൂളിലുള്ള കുട്ടികൾ ഹെൽത്തി ആയിരിക്കണം, ആരോഗ്യപരമായിരിക്കണം, ആൻഡ് ഫ്രീ ഫ്രം ഡിസീസസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം, ഫ്രീ ആയിരിക്കണം എന്നുള്ള ഡ്യൂട്ടി നമ്മുടെ ഓരോരുത്തരെയും ടീച്ചർമാരുടെ കടമയാണ്. പിന്നെന്താ പറഞ്ഞേ, if the find any student distressed from any diseases, isolate them from other precautionary measures to prevent spreading of disease. എന്താ പറഞ്ഞേ, നമ്മൾ എന്തെങ്കിലും അബദ്ധവശാല് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആ കുട്ടിക്ക് എന്തെങ്കിലും വിഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം മറ്റുള്ള കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ട മുൻകരുതലുകൾ ചെയ്യണം കേട്ടാ. അതുപോലെ പിന്നെ മുൻകരുതലുകൾ ചെയ്യേ വേണം. അവരെ നമ്മൾ അവിടെ നിന്ന് മാറ്റി ഒറ്റപ്പെടുത്തി നിർത്താതെ അവരെ അതിൽ നിന്ന് ഐസൊലേറ്റ് ദം ഫ്രം അതർ, നമ്മൾ മറ്റുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു രോഗം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. സ്കൂളിലായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്, അല്ലെ? സ്കൂളിലാവുമ്പോൾ പല വീട്ടിൽ നിന്ന്, പല ഏരിയന്ന്, പല കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും, അല്ലെ? അപ്പൊ ഇവരെല്ലാവരും കൂടി പല സ്ഥലത്തുനിന്ന്, പല കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികള് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാവർക്കും സ്പ്രെഡ് ആവും, അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖങ്ങൾ ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം? ആ രോഗത്ത് പടരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ ചെയ്യണം. ഈ ഫൈൻഡ് എനി സ്റ്റുഡന്റ്, ഏതെങ്കിലും കുട്ടിക്ക് കണ്ടുപിടിച്ചാൽ, ഡിസ്ട്രസ്ഡ് ഫ്രം എനി ഡിസീസ്, എന്തെങ്കിലും ഒരു അസുഖമാണെന്ന് കണ്ടുപിടിച്ചാൽ ആ കുട്ടീനെ ഐസൊലേറ്റ് ഡൗൺ, എവിടുന്ന അതർ പ്രിക്കോഷണറി മെഷേഴ്സ് ടു പ്രിവെന്റ് സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്. ആ ഡിസീസ് സ്പ്രെഡ് ആവാത്ത രീതിയിൽ കുട്ടീനെ നമ്മൾ അവിടെ നിന്ന് മാറ്റണം. ഓക്കെ, അതാണ് അവിടെ നിന്ന് പറഞ്ഞത്. അത് ലാസ്റ്റ് ഈ 10 പോയിന്റിന് ചേർത്തിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞു തന്നേക്കണാണ്. നമ്മളുടെ ടീച്ചർ, ആസ് എ ടീച്ചർ എന്ന നിലക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ലാസ്റ്റ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇതിലെ പാഠം തീർന്നു. നമ്മുടെ ചൈൽഡ്ഹുഡ് ഡിസീസ് സിമ്പിൾ ആണ്. നമുക്ക് പറഞ്ഞ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ? വായിച്ചാൽ മനസ്സിലാവുന്നില്ലേ? അപ്പൊ 10 എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉള്ളൂ. ഈ 10 എണ്ണം കൂടാതെ ഞാൻ ക്ലാസ് റൂമിൽ ഇടും. ഈ 10 എണ്ണം കൂടാതെ എക്സ്ട്രാ ഒരു 10 എണ്ണം കൂടി നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ച് അതിന്റെ എങ്ങനെയാണ് ഇത് പകരുന്നത്, ഏതിൽ നിന്നാണ് ഇത് പകരുന്നത്, പിന്നെന്താ അത്യാവശ്യം അതിന്റെ കിട്ടണവർക്ക് സിംറ്റംസും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കോമൺ ആയിട്ട് ഈ അസുഖങ്ങൾ മാത്രമല്ല, ഇഷ്ടം പോലെ നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ടുണ്ട്. പകരുന്ന രോഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? ഒരു കുട്ടി നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞ് ഇപ്പൊ ഈ കാലഘട്ടത്തില് അസുഖങ്ങൾ കിട്ടാനാണോ പാട്?
ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പൊ എല്ലാവരും കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് അസൈൻമെന്റ് ചെയ്തിട്ട് വരാം. വേഗം ചെയ്താല് നിങ്ങൾക്ക് സമയമുള്ള പോലെ ചെയ്തിട്ടാ മതി. നിങ്ങൾക്ക് സമയമുണ്ട്, ഇന്ന ഡേറ്റിൽ ഇടണമെന്നൊന്നുമില്ല. എന്നാലും വേഗം ചെയ്താ അത്രയും ഭാരം കുറഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ 2 അസൈൻമെന്റ് 2 പാടത്തിൽ നിന്നും ഓരോ അസൈൻമെന്റ് വീതം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? വൈറ്റമിൻസിന്റെ ചെയ്തു, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസും ചെയ്തു. അപ്പൊ ഇതങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വേറെ ഒന്നും പറയാനില്ലല്ലോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നതാണ് മറ്റേ മുണ്ടി നീര്. വീണ്ടും അത് പഴയ ഒരു അസുഖമായിരുന്നു, ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇപ്പൊ സ്കൂളില് ഇവിടൊക്കെ കണ്ടു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂളില് മാസ്ക് ഇല്ലാണ്ട് കയറ്റൂല സ്കൂളില്. മുണ്ടിനീരൊക്കെ പകരണ രോഗമാണ്. അതൊക്കെ എഴുതാട്ടോ, അതൊക്കെ എഴുതാം. നമ്മള് പൊതുവെ കാണുന്നത് മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ ഇപ്പോഴുള്ള രോഗങ്ങൾ കറണ്ട് ആയിട്ടുള്ളത് എഴുതുന്നത് കൂടുതൽ ബെറ്റർ. അതെഴുതിക്കോ, അതിന്റെ കാരണങ്ങൾ എഴുതാം. ബുക്കില് അല്ലെങ്കിൽ A4 ഷീറ്റില് വേണോ എഴുതണത്? നിങ്ങൾക്ക് A4ന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതണം എന്നും പറഞ്ഞിട്ട് ഒരു A4ന്റെ ബുക്ക് പറഞ്ഞിട്ടില്ലേ? A4ന്റെ ഇല്ല മിസ്, ഞങ്ങൾ പേപ്പറിൽ എഴുതുന്നത്. മിസ് അങ്ങനെ എഴുതുന്നത്. നിങ്ങൾ വൈറ്റമിൻസ് ഒക്കെ എഴുതിയത് പേപ്പറിലാണോ? അതെ അതെ, A4 ഞാൻ ഷീറ്റില് ബുക്കിലാ എഴുതിയത്, പേപ്പറിലല്ല. ഓക്കെ, മറ്റേ A4ന്റെ അസൈൻമെന്റ് ബുക്ക് നിങ്ങൾക്കൊന്നും ഇല്ല അല്ലേ? ഇല്ല മിസ്, എല്ലാ അസൈൻമെന്റും ഞങ്ങൾ A4 പേപ്പറിൽ എഴുതുന്നത്. ഓക്കെ, എന്നാ പേപ്പറിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊന്നും കളയരുതിട്ട്. നമ്മളിത് കാണുന്നില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ ഇത് നിങ്ങളുടെ കയ്യിൽ അസറ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ ടീച്ചർ നമ്മളോട് ഡെമോ എടുക്കാൻ പറയും. അപ്പൊ ഡെമോ എടുക്കാൻ പറയണത് ആ ടീച്ചർക്ക് പറയണത് പോലെ ആയിരിക്കും ഡെമോ എടുത്തു കൊടുക്കേണ്ടത്. അപ്പൊ ടീച്ചർ ചിലപ്പോ ഇപ്പൊ നടക്കണ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് ഒരു ഡെമോ എടുത്തു കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾക്ക് ആകെ ഒരു 10 മിനിറ്റേ തരുള്ളൂ. ആ 10 മിനിറ്റിനുള്ളിൽ നമ്മളൊരു ക്ലാസ് പ്രസന്റ് ചെയ്ത് കൊടുക്കണം. നമ്മളെ മോണ്ടിസോറി ടീച്ചേഴ്സ് എപ്പോഴും റെഡി ആയിട്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ അസൈൻമെന്റ് ഉണ്ട്, അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ബുക്കിലൊക്കെ ആണെങ്കിൽ അത് അവിടെ ഇരുന്നോളൂ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് തുറന്നു നോക്കാം. ഒരു 10 രോഗങ്ങൾ അല്ലെങ്കിൽ ഒരു 5 രോഗങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക്? പറ്റണം. അതായിരിക്കണം മോണ്ടിസോറി ടീച്ചേഴ്സ്. ഓക്കെ, എന്താ ക്ലാസ് റൂമിൽ തരുമോ ഇത് അസൈൻമെന്റ് ആയിട്ട്? തരും. അസൈൻമെന്റ് ആയിട്ട് ക്ലാസ് റൂമിൽ ഇടും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് വരുള്ളൂ കേട്ടാ. ക്ലാസ് റൂമിൽ കണ്ടു കഴിയുമ്പം ചെയ്ത് അയക്കാൻ എളുപ്പമാ. ഓക്കെ ഓക്കെ, തരും. ഞാനിപ്പോ പറഞ്ഞുള്ളൂ, ക്ലാസ് റൂമിൽ തരും. ഓക്കെ, എന്നാ താങ്ക് യു. ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. വെൽക്കം. താങ്ക് യു മിസ്. Thank you, miss. താങ്ക് യു മിസ്.